കൊച്ചി സ്മാർട്ട് സിറ്റി നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെ അപകടമുണ്ടായി. ഗോണി തകർന്നു വീണാണ് അപകടമുണ്ടായത്. 4 പേർക്കാണ് പരിക്കേറ്റത്. ഒരാൾ കുടുങ്ങിക്കിടക്കുന്നു. പ്രദീപ് ജോസഫ് വിവരങ്ങളുമായി ചേരുകയാണ്. പ്രദീപ്, ഒരാൾ കുടുങ്ങിക്കിടക്കുന്നു എന്ന സംശയം നേരത്തെ പ്രദീപ് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പറയുന്നുണ്ടായിരുന്നു. ഇയാളെ രക്ഷിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമേറിയ ദൗത്യമാണോ? അത് രാവിലെയാണ് അപകടമുണ്ടായത്. ഏതാണ്ട് 10ഓളം തൊഴിലാളികളാണ് ഈ സ്കഫോൾഡിൽ കയറി നിന്ന്, അതായത് നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായ കെട്ടിടത്തിന്റെ പെയിന്റിംഗ് ജോലികളാണ് നടന്നു വന്നിരുന്നത്. പെയിന്റിംഗ് ജോലികൾക്ക് മറ്റും ഉപയോഗിക്കുന്ന വലിയ ഗോവണിയാണ് സ്കഫോൾഡ് എന്ന് വിളിക്കുന്നത്. ഇത് മറിഞ്ഞു വീഴുകയായിരുന്നു, അപകടത്തിൽപ്പെടുകയായിരുന്നു. എങ്ങനെയാണ് മറിഞ്ഞു വീണത് എന്നുള്ള കാര്യം വ്യക്തമല്ല. 10 പേരോളം ഈ സ്കഫോൾഡിൽ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവരിൽ ഏതാണ്ട് എല്ലാവരെയും തന്നെ പുറത്തെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അല്പസമയം മുൻപും ഫയർഫോഴ്സിന് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഒരാൾ കൂടി ഇതിന് ഉള്ളിൽ കുടുങ്ങിക്കിടപ്പുണ്ട്. ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മറ്റുള്ളവർക്ക് നിസ്സാര പരിക്കുകളാണ് ഉള്ളത്. പെയിന്റിംഗ് ജോലികൾ നടന്നു വരുന്നതിനിടെയാണ് അപകടമുണ്ടായത്. നില തെറ്റി വീണതാണോ, അതായത് ഇത് മറിഞ്ഞു വീഴുകയായിരുന്നോ, അതോ ഏതെങ്കിലും ഭാഗത്തെ ബിൽഡിംഗ് അടർന്നു മാറി മറിഞ്ഞു വീഴുകയായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളൊന്നും വ്യക്തമല്ല. അപകടമുണ്ടായ ഉടൻ തന്നെ ഇൻഫോ പാർക്ക് പോലീസും ഒപ്പം ഫയർഫോഴ്സും സ്ഥലത്തെത്തിയാണ് രക്ഷാപ്രവർത്തനങ്ങൾ തുടങ്ങിയത്. ഒപ്പം മറ്റ് തൊഴിലാളികളും മറ്റും ചേർന്ന് ഇതിന് അടിയിൽ കുടുങ്ങിപ്പോയവരെ വലിച്ച് പുറത്തെടുക്കുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് എന്ന് കരുതുന്നു. ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച ഗോവണിയാണ്. അതുകൊണ്ട് തന്നെ വീഴ്ചയിൽ പലർക്കും ചതവും മറ്റ് പരിക്കുകളും ഏറ്റിട്ടുണ്ട്. ഒരാളുടെ നിലയാണ് ഗുരുതരമെന്നാണ് ഫയർഫോഴ്സിൽ നിന്ന് അറിയിക്കുന്നത്. ഇദ്ദേഹത്തെ പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങളാണ് അല്പസമയം മുൻപ് വരെ തുടർന്നു വന്നിരുന്നത്. മാത്രമല്ല, ഈ അപകടത്തെ തുടർന്ന് കൂടുതൽ വാഹനങ്ങളും മറ്റും വരുന്നത് കൊണ്ട് ഇൻഫോ പാർക്ക് റോഡിന് പൊതുവിൽ വീതി കുറവായ റോഡാണ്. വഴിയിൽ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട്. പോലീസും ഫയർഫോഴ്സും ഒക്കെ സ്ഥലത്തുണ്ട്. നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായ കെട്ടിടമാണ് എന്നാണ് അറിയുന്നത്. അതിന്റെ കെട്ടിടത്തിന് പുറത്തെ പെയിന്റിംഗ് ജോലികൾ നടക്കുന്നതിനിടെയാണ് സ്കഫോൾഡ് തകർന്നു വീണത്. ശരി, പ്രദീപ് ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ സ്മാർട്ട് സിറ്റി നിർമ്മാണത്തിനിടെ അപകടം. പെയിന്റിംഗ് നടത്താൻ ഉപയോഗിക്കുന്ന ഗോവണി തകർന്നു വീണ് 4 പേർക്ക് പരിക്കേറ്റു. ഒരാളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്.